ഇറാൻ അമേരിക്ക വാർത്തയില്ലാതെ നമുക്ക് രാവിലെ ഒരു വാർത്താ ബുള്ളറ്റിൻ അവസാനിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്നും ട്രംപിന്റെ ഓരോ അന്ത്യശാസ്ത്രങ്ങൾ ഇങ്ങനെ വന്നു മറിയുകയാണ്. ഇന്നിപ്പോൾ 10 ദിവസത്തിനുള്ളിൽ ആണവ കരാറിൽ ധാരണയായില്ലെങ്കിൽ ഇറാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിന് ശേഷം ട്രംപ് ഭീഷണി മുഴക്കുകയാണ്. അതേസമയം ഇറാന്റെ തീരത്ത് റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ സംയുക്ത സൈനിക അഭ്യാസം തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇപ്പോഴുണ്ട്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, നമ്മൾ എന്നും സംസാരിക്കും രാവിലെ ഈ ട്രംപിന്റെ ഭീഷണിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ട്രംപ് ആക്രമണം നടത്തുമെന്ന് പറയുന്നു, കപ്പലുകളും മറ്റും വിന്യസിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ 10 ദിവസത്തെ നടപടി എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചില്ല എങ്കിൽ, ആണവ കരാറിലേക്ക് ഇറാൻ എത്തിയില്ല എങ്കിൽ കടുപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വീണ്ടും നൽകുകയാണ്. എന്താണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്? ട്രംപിൻ്റെ നിരന്തരമുള്ള ഭീഷണികൾ കാണുമ്പോൾ തേങ്ങ ഉടയ്ക്കും എന്ന് പറഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കാതിരിക്കുന്ന ഒരു ചിത്രത്തിലെ കഥാപാത്രത്തിനെയാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ബോർഡ് ഓഫ് പീസിൻ്റെ ആദ്യ യോഗത്തിൻ്റെ സമയത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറാനുമായിട്ട് ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ജനീവയിൽ വെച്ച് നടന്ന ആണവ ചർച്ചകൾ അത് നന്നായിട്ട് തന്നെ പുരോഗമിച്ചു. എന്നാൽ അവർ ഉടൻ തന്നെ ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ അവർക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നതാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇതിനായി 10 ദിവസത്തെ ഒരു സമയം കൂടി ട്രംപ് ഇറാന് നൽകുന്നുമുണ്ട്. ഇതിൽ ഒരു US-ൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് പലതരം അഭിപ്രായങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ US-ൻ്റെ ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് അവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇറാനുമായിട്ട് സംസാരിച്ചപ്പോൾ പല വിഷയങ്ങളിലും ഒന്നിച്ചൊരു സമവായത്തിലെത്താൻ സാധിക്കാത്ത വിധം 2 ഗ്രൂപ്പുകളും അകന്നാണ് നിൽക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത ഈ US-ൻ്റെ പ്രതിനിധികളായിട്ടുള്ള ജാരഡ് കുഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് ഇവർ രണ്ടുപേരും പറഞ്ഞതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ചർച്ചകൾ പോയി എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളും ഈ ചർച്ചയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ട ചർച്ചയേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങളിൽ 2 ഗ്രൂപ്പുകളും ധാരണയിലായിട്ടുണ്ട്. എന്നാൽ പല വിഷയങ്ങളിലും ഇപ്പോഴും ഒരു സമവായത്തിലെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ ഒരു ആണവ കരാറിൽ ഒപ്പിടാൻ സാധിക്കില്ല എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. എന്തായാലും ഇത്തരത്തിൽ ഒരു 2 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് തൻ്റെ ഭീഷണികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന് മുൻപേയും ട്രംപ് ഇത്തരത്തിൽ ഇറാനെതിരെ ഭീഷണികൾ പല ആവർത്തി മുഴക്കിയിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ US-ന് വളരെ വലിയൊരു ഒരു കുഴപ്പം അവർക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ അവരുടെ ഒരു സൈനിക കേന്ദ്രങ്ങളുടെ ഒരു നിലനിൽപ്പ് തന്നെയായിരുന്നു. 8 പ്രധാന സൈനിക കേന്ദ്രങ്ങളാണ് അവർക്ക് പശ്ചിമേഷ്യയിലുള്ളത്. 40,000 സൈനികരെ ഈ മേഖലയിലൊട്ടാകെ വിന്യസിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് US ഇറാനെതിരെ ആ സമയത്ത് ഒരു തിരിച്ചടി നൽകിയിരുന്നെങ്കിൽ US-ന് ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായേനെ. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ US അവരുടെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ഇപ്പോൾ ഇറാന്റെ തീരത്ത് നിന്ന് 700 കിലോമീറ്റർ മാറി വിന്യസിച്ചിട്ടുണ്ട്. നിരവധി B-2 ബോംബറുകളും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് മറ്റൊരു വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള ജെറാഡ് ഫോൾഡ് അത് ഉടൻ തന്നെ ഇറാൻ തീരത്തോട് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ ഈ ജെറാൾഡ് അത് ഇറാന്റെ തീരത്തെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ US-ൻ്റെ ഈ മേഖലയിലുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് അത് വളരെ കൂടുതലാണ്. ഒരു യുദ്ധമുണ്ടായാൽ, അതായത് 2003 ഇറാഖുമായിട്ടുണ്ടായ യുദ്ധത്തിന് ശേഷം ഇത്ര വലിയൊരു സൈനിക സന്നാഹം അത് US പശ്ചിമേഷ്യയിൽ വിന്യസിക്കുന്നത് ഇപ്പോഴാണ്. അത്ര വലിയ രീതിയിലുള്ള ഒരു സന്നാഹങ്ങൾ US ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേണമെങ്കിൽ ഇറാന് ഒരു അടി കൊടുക്കാൻ US ഒരുക്കമാണ് എന്നുള്ള മുന്നറിയിപ്പാണ് ഇതുവഴി നൽകുന്നത്. എന്നാൽ വൈറ്റ് ഹൗസിൽ തന്നെ US പ്രസിഡന്റിന് ഇതിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കാര്യം പ്രതിപക്ഷമായിട്ടുള്ള
ഡെമോക്രാറ്റിക് പാർട്ടി അവർ ശക്തമായി ഇറാനെ ഇപ്പോൾ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപിനെ എതിർക്കുകയാണ്. ഇപ്പോൾ അത് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതൊരു വോട്ടിങ്ങിൽ ഇത്തരം ഒരു തീരുമാനം ഒരു വോട്ടിങ്ങിൽ കലാശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ട്രംപിനൊരു തിരിച്ചടി വന്നേക്കാം. എന്നാലും അന്തിമ തീരുമാനം അത് ട്രംപിൻ്റെ പക്കൽ തന്നെ ഉള്ളതാണ്. എന്നാൽ US-ന് വലിയൊരു ഭീഷണിയായി മേഖലയിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ അവിടെ ഈ ഇറാനും അതുപോലെ തന്നെ റഷ്യയും ചൈനയുമായി സംയുക്തമായിട്ട് മേഖലയിലൊരു ഹോർമുസ് കടലിടുക്കിൽ സൈനികാഭ്യാസം നടത്തുന്നുണ്ട്. ആദ്യം റഷ്യയാണ് ഇറാനൊപ്പം കൈകോർത്ത് ഇത്തരമൊരു സൈനികാഭ്യാസത്തിൽ മുന്നിട്ട് നിന്നിരുന്നത്. ഇപ്പോൾ ചൈന കൂടി ഈ സംഘത്തിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൈനികാഭ്യാസം എന്നാണ് ഇതിന് ഇറാൻ നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും റഷ്യയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും US-നെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതായത് ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ശക്തമായിട്ടുള്ള തിരിച്ചടി അതിന് നൽകും. അത് ഒരിക്കലും ചിന്തിക്കാനാകാത്ത പ്രത്യാഘാതം ഇതിനുണ്ടാകും എന്നതാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ചൈന കൂടി ഈ ബെൽറ്റിൽ ചേരുന്നതോടെ ഇറാൻ്റെ ഒരു ശക്തി അത് വലുതാകും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അന്താരാഷ്ട്ര ആണവോർജ മേധാവിയെ ഇറാൻ കണ്ടിരുന്നു. ഇറാനെ അനുഗമിച്ച് റഷ്യയും ചൈനയും ഇറാനൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഈ രണ്ട് ഭീമൻ രാജ്യങ്ങൾ കൂടി ഇറാന് പിന്തുണയുമായി അവർക്ക് പിന്നിലുണ്ട്. അപ്പോൾ എതിർഭാഗത്തുള്ളത് US-ഉം അതുപോലെ തന്നെ ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. ഇത്തരമൊരു പശ്ചാത്തലം അത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകം മുഴുവൻ ആശങ്കയോടെ കാണേണ്ട ഒന്നാണ്. മറ്റൊരു മഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ഭീതിയിലാണ് ഈ മേഖല ഒട്ടാകെ. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഗസയിൽ വീണ്ടും ഹമാസ് പിടിമുറുക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ മേഖലയിലെ ആഭ്യന്തര സുരക്ഷ, ക്രമസമാധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ സംഘടന വീണ്ടും നിയന്ത്രണം കൈവരിച്ചു. കടുത്ത നികുതി പിരിവ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഹമാസ് സ്വീകരിക്കുന്നത്. വെടിനിർത്തൽ മറയാക്കി ഹമാസ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടവും തുലാസിലാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, നേരത്തെ ഈ ഹമാസിന്റെ ഈ മേഖലയിലെ നിരവധിയായ ഇത്തരം അനധികൃതമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ട്രംപും ഇസ്രായേലും പലപ്പോഴും. ഇപ്പോൾ ഇസ്രായേലിന്റെ ഇടപെടൽ അവിടെ കുറഞ്ഞതോടെ അമേരിക്കൻ നിയന്ത്രണം ഇല്ലാതായതോടുകൂടി ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുകയും ഭീകരപ്രവർത്തനമടക്കം അവിടെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാണോ വിവരം? ഈ ഗാസയിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ അത് എപ്പോഴും പരിതാപകരമായി തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ, മിസൈൽ വർഷങ്ങൾ, വെടിക്കോപ്പുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ ഇതൊക്കെയായിരുന്നു അവരെ വലച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഹമാസ് പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള നികുതി പിരിവും അവരുടെ മർദ്ദനവും അവരുടെ അടിച്ചമർത്തലുമാണ് ഈ ഗാസ സ്വദേശികൾക്ക് സഹിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മേഖലയിൽ ഇതിനു മുൻപേ അധികാരം കൈയടക്കിയിരുന്നത് ഹമാസ് ആയിരുന്നു. നമുക്കറിയാം ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു പോലീസ് സേന, അതുപോലെ അവിടുത്തെ അധികാരം, ക്രമസമാധാനം, നികുതി പിരിവ് എല്ലാം നിലനിന്നിരുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തോടെ അവരുടെ ഭൂരിഭാഗം നേതാക്കളും കൊല്ലപ്പെടുകയും അവരുടെ ഒരു സിസ്റ്റം മൊത്തം തകരാറിലാവുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ഇപ്പോൾ ഏതാനും മാസങ്ങളായി. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ അവർ നികുതി പിരിവിലൂടെയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ചൂഷണങ്ങളിലൂടെയും പരമാവധി പണം സമ്പാദിച്ച് അവരുടെ മാക്സിമം സൈനിക കപ്പാസിറ്റി തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഹമാസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുൻപേ ഈ സമാധാന കരാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ചപ്പോൾ ഹമാസിന് അത് അനുകൂലിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് US മറ്റൊരു പദ്ധതി പ്രദേശത്ത് മുന്നോട്ട് വെച്ചത്. അതായത് ഹമാസിനെ മാറ്റി നിർത്തി പ്രദേശത്ത് ഒരു ഇടക്കാല ഗവൺമെന്റിനെ സ്ഥാപിക്കുക. ഈ ഇടക്കാല ഗവൺമെന്റ് വഴി ഗാസയുടെ ഒരു പുനർനിർമ്മാണം, ജനങ്ങളുടെ ക്ഷേമ പ്രവൃത്തികൾ ഇതെല്ലാം സാധ്യമാക്കുക. ഇതായിരുന്നു US-ന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി. അതുമാത്രമല്ല 2ാം ഘട്ട ഒരു സമാധാന പദ്ധതി അനുസരിച്ച് ഹമാസിന്റെ പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം കൂടി US-ന്റെ ഈ പ്ലാൻ പ്രകാരം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2ാം ഘട്ട പദ്ധതി ആദ്യഘട്ട ചർച്ചകൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞു. 2 ഭാഗത്തു നിന്നുമുള്ള ഈ ബന്ദികളെ കൈമാറി കഴിഞ്ഞു. അപ്പോൾ ഈ ബന്ദി കൈമാറ്റത്തിനും ഈ 2ാം ഘട്ട ചർച്ചകൾ തുടരുന്നതിനുമിടയിൽ ഒരു ടൈം ഗ്യാപ്പ്, തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ടാണ് ഹമാസ് മേഖലയിൽ തങ്ങളുടെ പിടി കൂടുതൽ മുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ നികുതി പിരിവിലൂടെ അവരുടെ 90% ഈ നശിച്ചുപോയ കേന്ദ്രങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. സൈനികരെ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്ത് തുടങ്ങുന്നു. ആയുധങ്ങൾ കൂടുതലായി സംഭരിക്കുന്നു.
സംഭരിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ഗാസയിൽ കാണാനാകുന്നത്. നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ BBC അടക്കം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു പ്രതികരണം ഉണ്ടാവുന്നു. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിച്ചാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം തുടങ്ങണമെന്നാണ് പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.